ആത്മാവിനൊരിക്കലും നാശമില്ലാത്തത് കൊണ്ടാണ് അതിനെ കെടാവിളക്കെന്ന് പറയണത്. മരണവും ആത്മാവിനില്ലല്ലോ. മരണസമയത്തും എന്താ സംഭവിക്കണേ? ഈ വെളിച്ചം ഇവിടെ നിന്ന് ഇറങ്ങുകയാണല്ലോ. കറണ്ട് ഇതിൽ നിന്ന് പോയാൽ ഈ വണ്ടി അങ്ങ് ഓഫാക്കുകയാണ്. ഡ്രൈവർ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഇറങ്ങുന്ന ഡ്രൈവർ വെളിച്ചം, ആ അനശ്വര ഊർജം വീണ്ടും അടുത്ത വണ്ടിയിലേക്ക് അങ്ങ് പോവല്ലേ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത, നമ്മുടെ ശ്രദ്ധ ഈ അനശ്വരമായ കിടാവിളക്കിലേക്കാണ് കേന്ദ്രീകരിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും പലരുടെ ഉള്ളിലും ഒരു ചിന്തയുണ്ടാവാറുണ്ട്, ഓ ആത്മാവ് ഭ്രൂമധ്യത്തിലാണോ ഇരിക്കുന്നത്, അപ്പം ഹൃദയത്തിലല്ലേ? അവരുടെ വിചാരവും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മളിപ്പോൾ ഒരു നഗരത്തിൽ തന്നെ പറയും, സാധാരണ പറയാറുണ്ടല്ലോ, നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ പട്ടണത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ ആ പട്ടണത്തിലെ മുഖ്യഭാഗം എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ. അപ്പം ശരീരത്തിലെ ഹൃദയഭാഗം, ഒന്ന് ശരീരത്തിലൊരു ഹൃദയമുണ്ട്. കാരണം നമ്മുടെ ഈ ശരീരത്തിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന സ്റ്റേഷൻ അതാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കമാണ്. ആ അർത്ഥത്തിലും ആയിരിക്കാം, ഹൃദയഭാഗം എന്നുള്ള അർത്ഥത്തിലായിരിക്കാം ആ ഉദ്ദേശിക്കുന്നത്.